ബീഫിന്റെ കാലില്ലേ, കാലിന്റെ മാംസമല്ല, ഈ കാലിന്റെ അകത്തൊരു സാധനം ഉണ്ട്, മജ്ജ. ആ മജ്ജ 60 രൂപയ്ക്ക് കിട്ടൂടാ. ഹലോ ഗൈസ്, അപ്പൊ ഞാനിപ്പോ കരുനാപ്പള്ളിയിലോട്ടാണ് പോകാൻ നിൽക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കുറെ പാഴ്സലുണ്ട്, കുറെ പാവപ്പെട്ടവർ കൊടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ നമ്മുടെ മിഥുന് ആരോഹി കുട്ടി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അപ്പൊ അവളുടെ ആ കൊച്ചിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ അവരുടെ മാതാപിതാക്കൾ ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞേക്കുവാ. ഇതിനെപ്പറ്റി അറിയാലോ, എല്ലാ പാവങ്ങളെ സഹായിക്കുന്നില്ല. അപ്പൊ നമ്മളങ്ങനെ 15 ബിരിയാണി പാഴ്സലാക്കിയിട്ട് കൊടുക്കാനുള്ള പ്ലാനാണ്. അപ്പൊ എല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കുക. നിങ്ങൾ വിഷ് ചെയ്യണം. ആ മോളുടെ ജന്മദിനമാണ്. അപ്പൊ നിങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പറയണം. അതായിരിക്കും ഏറ്റവും വലിയ സന്തോഷം. മാഡി പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, മാഡിയും പോറ്റിയും. പാക്കറ്റിൽ എന്തൊക്കെയാ വരുന്ന? ബിരിയാണി ഉണ്ട്, വെള്ളമുണ്ട്, പിന്നെ നമ്മളെ ബർത്ത്ഡേ സമ്മാനമായിട്ട് ഡയറി മിൽക്ക് ഉണ്ട്. എന്ത് ബിരിയാണി? ചിക്കൻ ബിരിയാണോ? ചിക്കൻ ബിരിയാണി. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ നേരത്തെ എന്തെങ്കിലും പോസിറ്റിവിറ്റി തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താ തോന്നുന്നു? നല്ല പോസിറ്റിവിറ്റി. ചേട്ടൻ വന്നിരിപ്പുണ്ട്. നമ്മളെ ചേട്ടന് ഫുഡ് കൊടുക്കുന്നതായിരിക്കും. നമ്മളങ്ങനെ കുറെ അർഹതപ്പെട്ടവരെ കണ്ടുപിടിച്ചിട്ട് കൊടുക്കുന്നു. ഞങ്ങൾ പോലും കഴിക്കുന്നൊന്നുമില്ല കേട്ടോ, ഞങ്ങൾ ഇതിനകത്ത് കഴിക്കുന്നൊന്നുമില്ല. എങ്ങനെ പാക്കിംഗ് ഒക്കെ? നമ്മളപ്പോ ഒരു റീൽ ഇടുന്നുണ്ട്. അവൻ പുതിയ ഫോണാ കേട്ടോ, ഇതിന് പുതിയ ഫോണൊക്കെ എടുത്ത് ചെലവില്ല കേട്ടോ. കണ്ടോ, മൈക്കെല്ലാം അവൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഓൾറെഡി കുറച്ച് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടോ, പ്രമാണിച്ച് അർഹതപ്പെട്ട കുറച്ച് പേർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. എവിടെ നാന്ന് പറയുന്നില്ല, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ്. കാണുമ്പോൾ തന്നെ അടിപൊളി ഫുഡ്. മുട്ടയൊക്കെ ഉണ്ട്, അതാണ് കൊല്ലത്തിന്റെ പ്രത്യേകത. നല്ലോണം ഫുഡ് കൊടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ടാണ് നമ്മൾ എന്താ ഡയറി മിൽക്ക് അതിനകത്ത് ചാപ്പിൾ കൊടുക്കുന്നത്. ഒരു ഹാപ്പിനെസ്. ഇതൊക്കെ പ്ലാസ്റ്റിക് എല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നു. മാഡി സീൻ, മാഡി പ്ലാസ്റ്റിക് ഒക്കെ തിരിച്ചുകൊണ്ട് പോകുന്നു പറയുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് കുറയ്ക്കാനാട്ടോ ഇങ്ങനെ പേപ്പർ ആക്കിയത്. പ്ലാസ്റ്റിക് നമ്മൾ ഓൾറെഡി കവർ വാങ്ങിയിട്ടുണ്ട് കണ്ടോ. പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക് മാറ്റാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ആക്കിയത്. അപ്പൊ നമ്മളൊരു ബിരിയാണി ഇവിടെ കൊടുക്കാൻ പോകട്ടോ. അവിടെ ചേട്ടന്മാരെ തിരിപ്പോ വേറെ കവറില്ല. ഇവിടെ നോക്കടാ, ബാക്കി വെക്കടാ, സ്ഥലമുണ്ട്. കയ്യിലടിച്ച് കയറ്റിയ അത് പക്ക ക്ലീൻ ആട്ടെ നീ പറഞ്ഞത്. ഇന്നിപ്പം ആരോഗ്യക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേ ആയിട്ട് ഇത്രയും പേർക്ക് ആരോഗ്യക്കുട്ടി ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത്രയും പേര് ആരോഗ്യക്കുട്ടി ഓർക്കും. അപ്പൊ നിങ്ങൾ കാണുന്നവരും ഫസ്റ്റ് ആയിട്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം. എനിക്ക് ഇതൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കുറച്ച് പേർക്കാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഫുഡ് കൊടുക്കും. പിന്നെ അടുത്ത വർഷങ്ങളിൽ കൂടുതൽ പേർക്ക് നല്ല ഫുഡ് കൊടുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. നമ്മൾ കൊടുക്കാൻ പോകുന്നു. ചേട്ടൻ മോളുടെ ബർത്ത്ഡേ ആണ്. അവര് പറഞ്ഞിട്ടാണ് ചേട്ടൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ആ മോളുടെ നമ്മൾ അടുത്ത സ്ഥലത്ത് പോയിട്ട് ഇനി 14 പേര് ബാക്കിയുണ്ട്. നീണ്ടാനുള്ള ചേട്ടാ സ്ഥലമാണോ? ഞാൻ ഇവിടെ തന്നെ ഞാൻ വന്ന് മീനൊക്കെ ഒന്ന് എടുക്കുന്നതായിരുന്നു. എനിക്ക് ആക്സിഡന്റ് ഇവിടെ വെച്ച് പറ്റി. ഇങ്ങനെ ഇപ്പൊ ഈ മീൻ കച്ചവടം വെച്ചു. അതിന് ദീർഘായുസ്സും ആരോഗ്യവും യശസ്സും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഇനി നാളെ ഉണ്ട്. നാളെ അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സേവനം ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിനി വിശപ്പ് മാറ്റണമല്ലോ. അതുകൊണ്ട് നമ്മളിപ്പോൾ എവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലം കരുനാപ്പള്ളിയല്ല, തേവലക്കര, കൊല്ലം തേവലക്കരയുള്ള വയലോരം പൊറോട്ട കടയുണ്ട്. അവിടെ ആണെങ്കിൽ ഈ ബീഫിന്റെ കാലില്ലേ, കാലിന്റെ മാംസമല്ല, ഈ കാലിന്റെ അകത്തൊരു സാധനം ഉണ്ട്, മജ്ജ. ആ
മജ്ജ 60 രൂപയ്ക്ക് കിട്ടൂടാ. അപ്പൊ ഇവിടെ കുറെ ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്, കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നിട്ട്. ഇവിടെ ഭയങ്കര പ്രകൃതി രമണീയതയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഫുള്ള് കയാക്കിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു കുതിര ഇപ്പൊ ഉണ്ടായിരുന്നു, ഞാൻ അത് കാണിച്ചു തരാം. കുതിര ഞങ്ങൾ ഇവിടെ അങ്ങനെ അധികം കുതിരയും കഴുതൊന്നുമില്ല. ഇവനുണ്ട്, അല്ലാണ്ട് വേറെ കഴുതൊന്നുമില്ല. കുതിര 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 സൂപ്പർ. ഇതാണ് വയലോരം പൊറോട്ടക്കട. പോത്തിന്റെ കാലിനകത്ത് മജ്ജ കഴിക്കാൻ പറ്റുന്നത് 60 രൂപ. പെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. വൈബൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുത്തിക്കരുത് കഴിയുന്നത് അത് വീഡിയോയിലുണ്ട് കേട്ടോ. ഇവിടുന്ന് സാധനം കണ്ടോ, വൈബുണ്ട് കേട്ടോ, കാണാൻ ഒരു വൈബുണ്ടല്ലോ. ഈ ഒരു കടയുടെ പ്രത്യേകത എന്നറിയാമോ? നേരത്തെ പറഞ്ഞായിരുന്നു ഇവിടെ ഭയങ്കര സൈലൻസ് അല്ലേ, ഭയങ്കര പ്രകൃതി രമണീയതയാ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്താണെങ്കിൽ കടലും കാര്യങ്ങളൊക്കെ ഉള്ളു, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല. കയാക്കിങ് ഉണ്ട്, ഭയങ്കര നല്ല നാച്ചുറൽ ഒരു ഫീൽ. നമ്മൾ ഇത്ര നാള് കണ്ട സ്ഥലം പോലെ അല്ല. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കട, ആ കടയിലാണെങ്കിൽ അത് വേറൊരു വൈബ്, അതിന്റെ അകമൊക്കെ കാണാൻ. അപ്പം നമ്മൾ ജസ്റ്റ് പോത്ത് നോക്കുന്നുണ്ടോ, പിടിക്കുന്നു. അങ്ങനെ നല്ലൊരു വൈബുള്ള സ്ഥലം. അപ്പൊ നമ്മളിവിടെ വന്നേക്കുന്നതെന്ന് പറയുമ്പം ഞാൻ പറയാമല്ലോ, പോത്തുംകാല് കഴിക്കാനാണ്. പോത്തുംകാൽ എന്നുള്ള ഇതിന്റെ പ്രത്യേകത, ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പോത്തുംകാല് മാത്രം അത്രയ്ക്ക് ഫേമസ് ആവാൻ കാരണം എന്നറിയോ? എന്തുകൊണ്ടാണ്? എത്ര രൂപ റേറ്റ്? 60 രൂപ. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ 60 രൂപയ്ക്ക് പോത്തുംകാലിന്റെ അകത്തുള്ള സാധനം, അത് വേറെ കടയിലൊക്കെ ചെല്ലുമ്പോൾ 250 രൂപയ്ക്ക് അവർ പറയുന്നത്. പക്ഷെ ഇതൊരു പഴയ പണ്ട് തൊട്ടേ ഉള്ളൊരു കട. ഇവിടെ ഈ ഇടയ്ക്കാണ് ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ എന്താ ഈ വീഡിയോ ഒക്കെ ഇട്ട് റീച്ചാക്കി. ഞങ്ങൾ കണ്ടപ്പോൾ തൊട്ടേ പോണം എപ്പോഴും കാണുമ്പോഴൊക്കെ ഷെയർ ചെയ്യും. പക്ഷെ ഫൈനലി ഇന്നൊരു ആവശ്യത്തിന് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് കയറാം. അതൊക്കെ അത്രേ ഉള്ളു. ഇവിടെ ഒരു പാലം കേട്ടോ, തടിപ്പാലം പഴയ. എന്താ പണ്ടത്തെ ആൾക്കാർക്കാണ് ഇത് കത്തും. നമ്മളൊന്നും കണ്ടിട്ടില്ല. അതിപ്പോ കാണുന്നില്ല, കണ്ടിട്ടുണ്ട്. ഇതിലൂടെ നടക്കാൻ പറ്റുമോ? നടന്നേ മേടി. നടന്നു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളു. രണ്ടെണ്ണം വെള്ളത്തിൽ കിടക്കുന്നതാണ്. ഇല്ല നടക്കണം, ഇതൊക്കെ രസമല്ലേ. മാഡി പ്രോ കേട്ടാ. ഇവൻ ഇല്ല അവിടെ പോണ്ട ആവശ്യമില്ലല്ലോ, പോണ്ടായിരിക്കും. ഇല്ല ഞാൻ വരുന്നില്ലെന്ന്. നീ അവിടെ ഇങ്ങോട്ട് വന്നാ, അവിടെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഞാൻ വരത്തില്ല. No way bro, that's not actually possible for me. No. So guys, this the natural place. മാഡി സീൻ കേട്ടാ. മാഡി എങ്ങനെ പഠിച്ചു? നീ മാഡി എങ്ങനെ പഠിച്ചു? ഞാനല്ലാട്ടോ, അത് മാഡിയാണ്. മാഡി ഇങ്ങനെയുള്ള എല്ലാം കാണിക്കത്തുള്ളു. സ്റ്റൈല് ഇവിടെ വന്നിട്ട് സ്റ്റൈല് കാണിക്കുന്നു. ഓക്കെ, നിസാരം. അവിടെ കയാക്കിങ് അവിടെ കേട്ടോ. ഇവിടെ കയാക്കി നമുക്ക് അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ഇവിടെ പോകേണ്ട കാര്യമില്ല. നമുക്ക് അതാരും കാണത്തില്ല, അതുകൊണ്ട് എന്ന് കാണിക്കണ്ട. നമുക്ക് എന്ന് കാണിക്കാം. ആരും കാണത്തില്ല വ്ളോഗ് ആയതുകൊണ്ട്. എന്ന് കാണിക്കാം. നീ തമിഴ് പറയാൻ വേണ്ടി തമിഴന്മാര് കാണുമായിരിക്കുമോ? മലയാളം കാണാൻ പോകും. അപ്പൊ ഈ പൊറോട്ടയും കാര്യം കാണിക്കാൻ ഈ വീട്ടുകാർക്കൊക്കെ ഭാഗ്യമായിരിക്കും അല്ലേ. ഇവർക്ക് നേരെ അറിയിച്ചതൊന്നും കഴിക്കാം. കണ്ടോ ഇവിടെ ഇങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിക്കണ്ട്. കണ്ട, ഇതാണ് കട. ഇത് ഏത് മുഡ്
കയറ് മടി വെയിറ്റ് ഈസ് ഓവർ. എവിടാ ഇവിടെ അങ്ങോട്ട് എടുക്കാം. സാധനം കൊത്തുങ്കാൽ വിറകടുപ്പില് നൈസ് ആംബിയൻസിൽ അതാ കയറിയിരിക്കുന്ന നോക്കിയേ. പെട്ടെന്ന് അതെന്തറിയാം എല്ലില്ലേ ഇടിച്ചിടിച്ചിട്ട് മജ്ജെടുക്കുന്നു. പൊറോട്ട ഇതിലായിട്ട് ഒരെണ്ണം കഴിക്കുന്നുള്ളൂ. ഇത് എന്താ നീ ഒരെണ്ണം കഴിക്കുന്നത്? 2 വായിക്കപ്പോ കഴിച്ചു. മാളിക്കപ്പം കഴിച്ചില്ല കേട്ടോ. നീയാണ് കള്ളഡൈറ്റ്. കത്താൻ പോവാണ്. ഒന്നെടുത്തടിച്ച് നോക്കണ്ട. ഇങ്ങോട്ട് നിർമ്മിക്കാറായ വെള്ളം പിന്നെ ഉള്ള ചേട്ടാ വീഴുന്നുണ്ട്. എന്തായാലും കിട്ടണേ അപ്പൊ നമുക്ക് ഇതിനെടുത്തിട്ട് കുറച്ചിങ്ങനെ എടുത്തിട്ട് അങ്ങനെ നമ്മൾ പോത്തുംകാല് പൊറോട്ട എല്ലാം കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറേ വാഴക്കപ്പം കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഇന്ന് കുറേ പേരെ സഹായിച്ചല്ലേ കുറേ പേർക്ക് ഫുഡ് കൊടുത്ത്. എന്നിട്ട് നമ്മുടെ പോത്തുംകാലും കഴിച്ച് നമ്മുടെ പോത്തുംകാല് നമ്മൾ വാങ്ങിയ പോത്തുംകാലല്ലേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലും കാണാം. അതുവരേക്കും ബൈ ബൈ പറടാ. പോറ്റി ബൈ പറ. ബൈ.